എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിയങ്കരയിൽ അഡ്മിഷൻ നേടൂ. SNM-IMTയിലെ കോഴ്സുകൾ: ബിടെക് പ്രോഗ്രാമിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, CSE സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഡിപ്ലോമ പ്രോഗ്രാമിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. 2002 സ്ഥാപിതമായ SNM-IMT അടുത്ത വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളുള്ള SNM-IMTയിലെ എല്ലാവരും ഒരുമിച്ച് ഈ സിൽവർ ജൂബിലി ആഘോഷം ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. നിരവധി വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ മികച്ച തൊഴിലവസരങ്ങൾ ലഭിച്ചിട്ടുള്ളതും ഇന്ന് അവർ വിവിധ മേഖലയിൽ ഉന്നത സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും സ്ഥാപനത്തിന്റെ അഭിമാന നേട്ടങ്ങളാണ്. SNM-IMTയുടെ പ്രത്യേകതകൾ: ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിയങ്കര. ഫോർട്ട് കൊച്ചിയിൽ ഫുഡ് കോർട്ടിന് മുകളിൽ വൃക്ഷശിഖരങ്ങൾ ഒടിഞ്ഞു വീണു. ഫോർട്ട് കൊച്ചിയിൽ ഫുഡ് കോർട്ടിന് മുകളിൽ കൂറ്റൻ വൃക്ഷശിഖരങ്ങൾ ഒടിഞ്ഞു വീണു. ഫോർട്ട് കൊച്ചി ഡെൽറ്റ സ്കൂളിന് സമീപത്തെ ഫുഡ് കോർട്ടുകളിൽ ഒന്നായ അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചി എന്ന ഫുഡ് കോർട്ടിന്റെ മുകളിലേക്കാണ് ശിഖരങ്ങൾ വീണത്. വ്യാഴാഴ്ച വൈകിട്ട് 3:30 മണിയോടെയായിരുന്നു സംഭവം. ആളുകൾ ഭക്ഷണം കഴിക്കാനിരുന്ന മേശയ്ക്ക് മുകളിലാണ് ശിഖരങ്ങൾ വീണത്. ശബ്ദം കേട്ട് ആളുകൾ എഴുന്നേറ്റ് മാറിയതിനാൽ മറ്റ് അപകടങ്ങൾ ഒന്നുമുണ്ടായില്ല. മേൽക്കൂരയും മറ്റും തകർന്നിട്ടുണ്ട്. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സ്കൂളും പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്തെ അപകടകരമായ ശിഖരങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പരാതി. ഇവിടെ ട്രാൻസ്ഫോമറിന്റെ മുകളിലും അപകടകരമായ നിലയിൽ വൃക്ഷശിഖരങ്ങൾ നിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.